ആധുനികതയുടെ വേഗതയിൽ നാം മറന്നുപോയ ചില താളങ്ങളുണ്ട്. പഴമയുടെ മണമുള്ള ചില ഇടവഴികളുണ്ട്. പാലക്കാടൻ കാറ്റിന് പല്ലാവൂരിലെത്തുമ്പോൾ സംഗീതത്തിൻ്റെ ചുവയെന്നാണ് എല്ലാവരും പറയാറ്. താലപ്പൊലിയുടെയും മേളത്തിൻ്റെയും ഇരമ്പലുകളും. ഇത് പാലക്കാടൻ ഗ്രാമഭംഗി തുളുമ്പുന്ന നമ്മുടെ സ്വന്തം പല്ലാവൂർ. പ്രകൃതിയും സംസ്കാരവും ഒന്നാകുന്ന ഒരു മനോഹര ഗ്രാമക്കാഴ്ച. കോട്ടയം ജില്ലയിലെ വാമലയുമായി ഇതിന് പേരിൽ സാമ്യമുണ്ടെങ്കിലും പാലക്കാട്ടെ ഈ സ്ഥലം പ്രകൃതി ഭംഗി കൊണ്ടും സിനിമാ ചിത്രീകരണങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ്. ലങ്കയിലേക്കുള്ള യാത്രയ്ക്കിടെ ഹനുമാൻ സ്വാമി ചവിട്ടി ഉറപ്പിച്ച പാദമുദ്രയാണിതെന്നാണ് ഇവിടുത്തെയുള്ളവരുടെ വിശ്വാസം. പാറയിൽ പതിഞ്ഞ വലിയൊരു കാൽപാദത്തിൻ്റെ ആകൃതി ഇവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കും. നെല്ലിയാമ്പതി മലനിരകളുടെ പശ്ചാത്തലത്തിൽ പച്ചപ്പാൽ ചുറ്റപ്പെട്ട ഇവിടം ഒരു മികച്ച വ്യൂ പോയിന്റ് കൂടിയാണ്. കുഞ്ഞിരാമായണം, ഹൃദയം തുടങ്ങി പ്രശസ്ത മലയാള സിനിമകളുടെ ചിത്രീകരണം ഇവിടെ നടന്നിട്ടുണ്ട്. കരിമ്പനകൾ അതിരിട്ട വയൽവരമ്പിലൂടെ നടക്കുമ്പോൾ ദൂരെ സഹ്യപർവ്വത നിരകളുടെ തണുപ്പ് നമ്മെ തൊട്ടുപോകും. വൈകുന്നേരത്തെ ഇളം കാറ്റിൽ ഇവിടുത്തെ ഓരോ മൺതരിയും ഓരോ കഥകൾ പറയും. തിരക്കുകളിൽ നിന്നും മാറി സമാധാനം തേടി വരുന്നവർക്ക് പല്ലാവൂർ ഒരു സ്വർഗമാണ്. പല്ലാവൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഉള്ളിൽ ഒരു പഞ്ചവാദ്യത്തിൻ്റെ താളം മുഴങ്ങും. ഇവിടുത്തെ ഓരോ വീടിനും ഓരോ കഥ പറയാനുണ്ട്. പല്ലാവൂരിലെ ഈ മണ്ണ് അനേകം കലാകാരന്മാരെയും കൃഷിക്കാരെയും ഒരുപോലെ നെഞ്ചേറ്റിയത്. ഇവിടുത്തെ തറവാട് മുറ്റങ്ങളിൽ ഇപ്പോഴും സന്ധ്യാദീപത്തിൻ്റെ വെളിച്ചമുണ്ട്. അന്യമാകാത്ത അതിഥി സൽക്കാരത്തിൻ്റെ മാധുര്യമുണ്ട്. നഗരങ്ങളിലെ കൃത്രിമമായ ചിരികളേക്കാൾ എത്രയോ മനോഹരമാണ് ഇവിടുത്തെ ഗ്രാമീണരുടെ നിഷ്കളങ്കമായ ആ കുശലാന്വേഷണങ്ങൾ. സന്ധ്യ മയങ്ങുമ്പോൾ പല്ലാവൂരിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ഉയരുന്ന ശംഖനാദവും മണിമുഴക്കവും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഈ മണ്ണിൽ ജനിച്ചവർക്കും ഈ മണ്ണിലൂടെ ഒരിക്കലെങ്കിലും നടന്നിട്ടുള്ളവർക്കും അറിയാം, ഇതൊരു ഗ്രാമം മാത്രമല്ല, ഇതൊരു വികാരമാണ്. പച്ചപ്പും സംഗീതവും ഇഴചേർന്ന ഒരു മനോഹരമായ കവിത. യാത്രകൾ അവസാനിക്കുന്നില്ല, കാരണം പല്ലാവൂർ കാണുന്തോറും പുതിയ കാഴ്ചകൾ തന്നുകൊണ്ടേയിരിക്കും. പുതിയ യാത്രകൾക്ക് അതൊരു പ്രചോദനവും കൂടിയാണ്.